എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്ലൂയിഡ് കൺട്രോൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ജോബ് വേക്കൻസി ഉണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. തസ്തികകൾ ഏതൊക്കെയാണെന്നും ഡീറ്റെയിൽസും നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ഫ്ലൂയിഡ് കൺട്രോൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് വേക്കൻസി ഉള്ളത്. തസ്തികകൾ വരുന്നത് ആദ്യത്തേത് ട്രെയിനി എഞ്ചിനീയേഴ്സ് ആണ്. ഗ്രാജുവേറ്റ് ആൻഡ് ഡിപ്ലോമ ഹോൾഡേഴ്സിന് വേണ്ടിയുള്ളതാണ്. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ 30 വൈകുന്നേരം 5:30 വരെയാണ്. ആദ്യത്തെ പോസ്റ്റ് ട്രെയിനി എഞ്ചിനീയർ ഗ്രാജുവേറ്റ് ആണ്. BE അല്ലെങ്കിൽ BTech. വേക്കൻസി 15. ഡിസിപ്ലിൻസ് വരുന്നത് മെക്കാനിക്കൽ, ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇലക്ട്രിക്കൽ, സിവിൽ ആണ്. പ്രായപരിധി 30 വയസ്സ് വരെ. അടുത്ത പോസ്റ്റ് ട്രെയിനി എഞ്ചിനീയർ ഡിപ്ലോമയാണ്. വേക്കൻസി 10. ഡിസിപ്ലിൻസ് മെക്കാനിക്കൽ, ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇലക്ട്രിക്കൽ, സിവിൽ തന്നെയാണ്. പ്രായപരിധി 28 വയസ്സ് വരെ. ഡീറ്റെയിൽഡായിട്ട് നോക്കാം. അപ്പോൾ വേക്കൻസികൾ വരുന്നത് ട്രെയിനി എഞ്ചിനീയർ ഗ്രാജുവേറ്റ് ആകുമ്പോൾ മെക്കാനിക്കൽ 9, ഇൻസ്ട്രുമെൻറ്റേഷൻ 4, ഇലക്ട്രിക്കൽ 1, സിവിൽ 1 ആണ്. ഡിപ്ലോമ ആണെങ്കിൽ മെക്കാനിക്കൽ 4, ഇൻസ്ട്രുമെൻറ്റേഷൻ 4, ഇലക്ട്രിക്കൽ 1, സിവിൽ 1 ആണ്. ഇനിഷ്യലി എൻഗേജ് ചെയ്യുന്നത് 1 ഇയറിലേക്കായിരിക്കും. സ്റ്റൈഫൻഡ് ഉണ്ട്. ഗ്രാജുവേറ്റ് ട്രെയിനി ആണെങ്കിൽ 28,000 രൂപയാണ് സ്റ്റൈഫൻഡ്. ഡിപ്ലോമ ഹോൾഡേഴ്സിന് 21,000 രൂപയാണ് സ്റ്റൈഫൻഡ് ലഭിക്കുന്നത്. നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ അവർ അസസ് ചെയ്യുന്നത് റിട്ടൺ ടെസ്റ്റ് അല്ലെങ്കിൽ അസൈൻമെൻറ്റ്സ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും. ട്രെയിനിഷിപ്പ് പീരീഡ് കഴിയുമ്പോഴത്തേക്കും ലാസ്റ്റ് നിങ്ങൾക്കൊരു സെഷൻ എൻഡിങ് അസസ്മെൻ്റ് ഉണ്ടായിരിക്കും. ആ ഒരു ടെസ്റ്റ് ക്വാളിഫൈ ആവുന്നവർക്ക് മാത്രമായിരിക്കും അസോസിയേറ്റ് എഞ്ചിനീയർ ഗ്രാജുവേറ്റ്, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഡിപ്ലോമ തസ്തികയിലേക്ക് നിയമനം ലഭിക്കുന്നത്. അങ്ങനെ നിയമനം ലഭിക്കുന്നവർക്ക് 3 വർഷം വരെ ജോലി ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യുന്ന എല്ലാ കാൻഡിഡേറ്റ്സിനും 10ാം ക്ലാസ് മുതലുള്ള എല്ലാ ക്വാളിഫിക്കേഷനും 65% കൂടുതൽ മാർക്ക് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഫുൾ ടൈം കോഴ്സ് ആയിരിക്കണം. നേരത്തെ പറഞ്ഞ പ്രായപരിധി കൂടാതെ SC, ST, OBC, EWS കാറ്റഗറിക്ക് പ്രായത്തിൽ ഇളവുണ്ട്. ഇളവ് ക്ലെയിം ചെയ്യുന്നവർ നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത ഫോട്ടോ കോപ്പി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. വെരിഫിക്കേഷൻ പോകുമ്പോൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകേണ്ടതാണ്. ഇനി എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് ടെസ്റ്റും ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ടെസ്റ്റിൻ്റെ സിലബസ് എന്ന് പറയുന്നത് നിങ്ങളുടെ എഞ്ചിനീയറിങ്ങിൻ്റെ സിലബസ് തന്നെയാണ് വരുന്നത്. ഡിപ്ലോമ ആണെങ്കിൽ ഡിപ്ലോമയുടെ സിലബസ് ആയിരിക്കും. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ആയിരിക്കും. അതിൽ കറണ്ട് അഫയേഴ്സ്, ലോജിക്കൽ റീസണിങ്, ന്യൂമറിക്കൽ എബിലിറ്റി ആണ്. 30 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. സെക്കൻഡ് പാർട്ടിൽ നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും നിങ്ങൾ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒറിജിനലും ഫോട്ടോ കോപ്പിയുമായിട്ട് കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സ് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് ജോയിനിങ് സമയത്ത്. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. FCRAയുടെ വെബ്സൈറ്റിൽ ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. അത് നിങ്ങൾ ഫില്ല് ചെയ്യണം, സൈൻ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെയും സ്കാൻഡ് കോപ്പി PDF ഫോർമാറ്റിൽ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ടതാണ്. എന്നിട്ട് നിങ്ങൾ മെയിൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സിൻ്റെ കോപ്പിയാണ് വെക്കേണ്ടതെന്ന് നോക്കാം. 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ്, ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫായിട്ടാണ്. 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ഷീറ്റ്, +2ൻ്റെ മാർക്ക് ഷീറ്റ്, സർട്ടിഫിക്കറ്റ്, BTechൻ്റെയും BEയുടെയും ഡിപ്ലോമയുടെയും സെമസ്റ്റർ വൈസ് മാർക്ക് ഷീറ്റ്, ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, SC, ST, OBC ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്. ഇത്രയും സർട്ടിഫിക്കറ്റ്സിൻ്റെ സ്കാൻഡ് കോപ്പിയാണ് നിങ്ങൾ PDF ഫോർമാറ്റിലാക്കി മെയിൽ വഴി ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ അയച്ചു കൊടുക്കേണ്ടത്. ആപ്ലിക്കേഷൻ ഫോം MS Word ഫയലിലാണ്. ആപ്ലിക്കേഷൻ ഫോമും എല്ലാ ഡോക്യുമെൻറ്റ്സും കൂടി ഒറ്റ PDF-ലാണ് നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടത്. മെയിൽ അയക്കേണ്ട മെയിൽ ID careers@fcraindia.com. ഇതാണ് മെയിൽ ID വരുന്നത്. ഈ മെയിൽ IDയിലാണ് നിങ്ങൾ മെയിൽ അയച്ചു കൊടുക്കേണ്ടത്. മെയിലിൽ സബ്ജക്റ്റ് കൊടുക്കണം ട്രെയിനി എഞ്ചിനീയർ ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ട്രെയിനി എഞ്ചിനീയർ ഡിപ്ലോമ. ഏതാണെന്ന് വെച്ചാൽ അത് സബ്ജക്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. നിങ്ങൾ ഇമെയിലിനകത്ത് എഴുതേണ്ടത് ഫയൽ അറ്റാച്ച് ചെയ്യുന്നതിൻ്റെ കൂടെ നോട്ടിഫിക്കേഷൻ നമ്പർ, ഡേറ്റ്, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പോസ്റ്റിൻ്റെ നെയിം, പോസ്റ്റ് കോഡ്, branch of engineering, name of candidate, phone number of candidate,
പ്രിഫറബിളി വാട്സപ്പ് നമ്പറാണ് കൊടുക്കേണ്ടത്. നിങ്ങളുടെ കാറ്റഗറി, ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ മെയിലിനകത്ത് ഉൾപ്പെടുത്തേണ്ടത്. നിങ്ങൾക്ക് FCRIindia.com എന്ന് സൈറ്റ് എടുക്കുമ്പോഴത്തേക്കും അവിടെ കരിയർ പേജ് ഉണ്ട്. അവിടെ താഴേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റും. തൊട്ട് താഴെ തന്നെ ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ആ ഫോമാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് മെയിലായിട്ട് അയച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഫ്ലൂയിഡ് കൺട്രോൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കേന്ദ്ര സർക്കാർ ജോലിയാണ്. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. പാലക്കാടാണ് വേക്കൻസി ഉള്ളത്. താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.